ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. അതിനാദ്യം മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 350 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ നമുക്ക് വാങ്ങാനും കിട്ടും, അതല്ലെങ്കിൽ ചിക്കൻ്റെ എല്ല് കളഞ്ഞിട്ട് ചിക്കൻ മാത്രമായിട്ട് എടുക്കുക. അങ്ങനെ 350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 വലിയ സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് മധുരമില്ലാത്ത ബ്രെഡ് വേണം എടുക്കാൻ. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇനി മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 സ്പൂണ് കബാബ് മസാലപ്പൊടി, ഒരു 1.5 സ്പൂണ് സോയാ സോസ്, പിന്നെ 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ്, അതും കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ സ്ക്വയർ ഷേപ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളത്. എൻ്റെ അടുത്ത് സ്ക്വയർ ഷേപ്പിൻ്റെ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിൻ്റെ പാത്രം എടുത്ത് അതിൽ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് കത്തി കൊണ്ടൊന്ന് പെട്ടെന്ന് ലൈനിട്ട് കൊടുത്തുനിന്ന് സ്ക്വയർ ഷേപ്പിൽ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ മുറിച്ചെടുക്കാനാണെങ്കിലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അടിയിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും. ഇല്ലെങ്കിൽ ഓരോരോ നഗറ്റ്സ് ഷേപ്പ് ചെയ്ത് എടുക്കുമ്പോൾ കുറേ സമയമാവും. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിനായിട്ട് ഞാൻ കോൺഫ്ലെക്സ് ആണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലെക്സ് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അതൊരു തരി പോലെ നമുക്ക് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു ക്രഞ്ചിനെസ് മെയിനായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മുട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ടിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു 3 സ്പൂൺ മൈദപ്പൊടിയും അതുപോലെ തന്നെ അതേ അളവിൽ 3 സ്പൂൺ കോൺഫ്ലവറും പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് എടുക്കണം. അതിനാദ്യം മൈദയും കോൺഫ്ലവറും കൂടിയുള്ള മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുട്ടിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അവസാനം നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഈ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള നഗറ്റ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നഗറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അങ്ങനെ എല്ലാ നഗറ്റ്സും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മുടെ ഓരോ നഗറ്റ്സ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു 4-5 പ്രാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ നഗറ്റ്സ് ഫ്രൈ ചെയ്യാണ്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തും വെക്കാം. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടെക്സ്ചറോ അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും മാറിപ്പോവാതെ തന്നെ ഇരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ എല്ലാ നഗറ്റ്സും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്താണെങ്കിൽ നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോക്കാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.